അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ 2024 നടന്ന തസ്കിയത്തുൽ വിൽദാൻ തജ്വീദുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. തസ്കിയയും തജ്വീദും ഒറ്റ പരീക്ഷയായിട്ടാണ് ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് നോക്കാം. ഒന്ന്, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്ത്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്ത് അതേതാ? സൂറത്തുൻ നാസ്. മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞില്ലേ, മുഅവ്വിദാത്ത് എന്നൊക്കെ. ആ സൂറത്താണ് ഏത്? സൂറത്തുൻ നാസ്. അതിൽപ്പെട്ടൊരു സൂറത്താണ് സൂറത്തുൻ നാസ്. അതാണ് അവിടെ കൊടുത്തത്. 2, സുനൻ നസായിയുടെ രചയിതാവ്. സുനൻ നസായി രചിച്ചതാരാ? ആൻസർ അഹ്മദ് ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു. ഇനി 3, വമൻ യഹൂലു ബൈനഹു വ ബൈന തൗബ. ഇത് പറഞ്ഞത് ആരാണ്? തൗബക്കിടയിൽ മറയിടുക എന്ന് ചോദിച്ചില്ലേ, അതാരാ പറഞ്ഞത്? ആലിമാണ് പറഞ്ഞത്. മലക്ക് എന്നുണ്ട്, റാഹിബ് എന്നുണ്ട്. അത് ഏതാണ് ഉത്തരം? ആലിം എന്നുള്ളതാണ്. ഇനി 4, സുഹുബൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സുഹുബൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മേഘം എന്നാണ് അർത്ഥം. 5, ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണ്. ഏത് സൂറത്താണിത്? കാവൽ ചോദിക്കൽ ശാരീരികമായ ഉപദ്രവത്തിൽ നിന്ന് സൂറത്തുൽ ഫലക്കാണ്. ഇനി 6, തൊണ്ടയുടെ മുകൾ ഭാഗം മഖ്റജായ ഹർഫ്. തൊണ്ടയുടെ മുകൾ ഭാഗം മഖ്റജായ ഹർഫ് ഏതാ? ആൻസർ ഖാ ആണ്. ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക. 7, അൽ മദ്ദുൽ അസ്ലി. ഇവിടെ മദ്ദുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം പുറത്തും ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യോജിപ്പിക്കുക എന്നല്ല. മദ് അസ്ലി ആൻസർ ബി ആണ്. ദാത്ത ലഹബ്. ദാത്ത ലഹബ് കണ്ട, മദ് ദാ എന്നുള്ളതിന് നീട്ടാൻ വന്ന അലിഫ്, അതാണ് മദ് അസ്ലി. മദ് ലാസിം ഏതാണ്? ആൻസർ ഡി ആണ്. ദാബത്തുൽ അർള്. ദാബ മദ്ദക്ഷരത്തിന് ശേഷം അവിടെ എന്ത് വന്നു? സുക്കൂൻ, സ്ഥിരമായ സുക്കൂൻ വന്നു. ദാബ് ബത്തുൻ അല്ലേ, ഒന്നാമത്തെ ഭാഗിന് സുക്കൂനാണ്. അങ്ങനെയാണ് ഇദ്ഗാം ചെയ്തതാണ്. ഇനി അടുത്തത് അൽ മദ്ദുൽ ആരിദ്. മദ് ആരിദിൻ്റെ ഉദാഹരണം എന്താ? ആൻസർ ഇ ആണ്. അൽ മിസ്കീൻ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് പുതുതായി വന്നു. നൂനിൽ വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് പുതുതായി. 10, അൽ മദ്ദുൽ മുത്തസിലാണ്. മദ് മുത്തസിൽ ഏതാ? ആൻസർ സി ആണ്. റിഹ്ലത്ത് ശിതാഇ. താഇ മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നാലുള്ള മദ്ദാണ് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. ഇനി മദ് ലീനാണ്. ലീനക്ഷരത്തിന് ശേഷം സുക്കൂന് വരിക എന്നുള്ളതാണ്. അത് ഏ ആണ്. വസ്സൈഫ്. ലീനക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? ഫതഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ് യാ, അതാണ് ലീനക്ഷരം. അപ്പോൾ അതിന് ശേഷം സുക്കൂന് പുതുതായിട്ട് വരിക, അതിനാണ് മദ് ലീൻ എന്ന് പറയുന്നത്. ഇനി പൂരിപ്പിക്കുക. പൂരിപ്പിക്കാനുള്ള 12, മാറന്ന ഹച്ച് അദബാതിൽ ബാനിരി ഹുസ്വബ വ അത്റബൽ ഇസഹാദിൽ ഈസി ബിൻ നഗമി. തസ്കിയയിൽ ആക്രമം പറഞ്ഞിട്ടല്ലോ, 2 ബൈത്ത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 14-ത്തതും അത് തന്നെയാണ്. അതിൽ നിന്നുള്ള ബൈത്ത് പൂരിപ്പിക്കാണല്ലേ. അല്ല റഹ്മത്ത് റബ്ബി ഹീന യഖ്സിമുഹ തഅതി അലാ ഹസബിൽ ഇസ്യാൻ ഫിൽ ഖിസമി. ഇവിടെ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക ആക്രമയിൽ നിന്നുള്ളതാണ്. ഈ 13-ത്തത് ഇന്നമൽ അമാലു ഡാഷ് വ ഇന്നമാലിക്കുല്ലിംരിയും മാനവ. ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാലിക്കുല്ലിംരിയും മാനവ. 15-ത്തത് അൽ ഖന്നാസ് എന്നതിൻ്റെ അർത്ഥം ഡാഷ് എന്നാകുന്നു. എന്താ? മറഞ്ഞിരിക്കുന്നവൻ എന്നാകുന്നു. 16, നാവിൻ്റെ അറ്റവും ഡാഷ് ഇടയുമാണ് സ്വാദിൻ്റെ മഖ്റജ്. നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയുമാണ്. മുൻപല്ലുകളുടെ ഇടയുമാണ് ഏതിൻ്റെ മഖ്റജ്? സ്വാദിൻ്റെ മഖ്റജ്. 17, ഹർക്കത്തുള്ള ഡാഷ് മൊഴിയുന്ന സമയമാണ് അൽ മദ്ദുൽ അസ്ലിൻ്റെ ദൈർഘ്യം. ഹർക്കത്തുള്ള 2 അക്ഷരം മൊഴിയുന്ന സമയമാണ് അൽ മദ്ദുൽ അസ്ലിൻ്റെ ദൈർഘ്യം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 17, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്. ആൻസർ സൂറത്തുൽ ഫാത്തിഹ. 19, ത്വയ്ഫൂർ ബിൻ ഈസ എന്ന മഹാൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ആൻസർ അബി യസീദുൽ ബിസ്താമി എന്ന പേരിൽ. 20, അദ്ദീനു അൻ നസീഹ. ഇതിൽ നസീഹത്തിൻ്റെ അർത്ഥം? ആൻസർ ഗുണം ആഗ്രഹിക്കൽ, സൽ വിചാരം. 21, റജുലുൻ ഖതല മിഅത നഫ്സിൻ. ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബി ആരാ? ഹദീസ് ഉദ്ധരിച്ചത്? ആൻസർ അബി സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു. 22, സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ്. ആൻസർ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. 23, അൽ മദ്ദുൽ ലാസിം ഹർഫീന് ഒരു ഉദാഹരണം. മദ്ദുൽ ലാസിം ഹർഫിയുണ്ട്, മദ്ദുൽ ലാസിം കലിമിയുണ്ട്. ഇവിടെ ചോദിച്ചത് മദ്ദുൽ ലാസിം ഹർഫിയാണ്. അപ്പോൾ ഹർഫുകളിൽ വരുന്ന മദ്ദിനാണ് മദ്ദുൽ ലാസിം ഹർഫി എന്ന് പറയുക. അപ്പം നൂൻ, യാസീൻ അല്ലെങ്കിൽ ഹാമീം ഏതോ അവിടെ എഴുതി കൊടുക്കാം. കലിമത്തുകളിൽ വരുമ്പോഴാണ് മദ്ദുൽ ലാസിം കലിമിയാവുക. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24, ഇഹ്സാൻ എന്നാൽ എന്ത്? ആൻസർ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും
അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ അള്ളാഹുവിനെ ആരാധിക്കല്. 25 സലാമോടെ സ്വർഗപ്രവേശം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാം? ആൻസർ: സലാം വർദ്ധിപ്പിക്കുക, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക, ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. 26 യാ ബുനയ്യ ഖും ഫസല്ലി ബിൽ ലൈൽ. ഇത് ആരോട് പറഞ്ഞു? ആൻസർ: അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അബൂ യസീദുൽ ബിസ്താമിയോട് പറഞ്ഞത്. 27 ഒരാളുടെ പ്രയത്നം പിശാചിൻ്റെ മാർഗത്തിലുള്ളതാകും എപ്പോൾ? ആൻസർ: പൊങ്ങച്ചത്തിനും ദുരഭിമാനത്തിനും പ്രയത്നിക്കുമ്പോൾ. 28 ദാ മാ യരിബുക ഇലാ മാ ലാ യരിബുക. സാരം എഴുതുക. സംശയകരമായത് ഉപേക്ഷിക്കുക, നിസ്സംശയകരമായത് സ്വീകരിക്കുക. 29 അൽ മദ്ദുൽ ആരിദ് എന്നാൽ എന്ത്? ആൻസർ: മദ്ദക്ഷരത്തിനു ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദ് ആരിദ് എന്ന് പറയുന്നത്. 30 എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള 4 സൂറത്തുകൾ എഴുതുക. ആൻസർ: സൂറത്തു യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്തു സജദ. ഇനി 5 വരിയിൽ കുറയാതെ വിന്യസിക്കുക. 31 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 ഉപദേശങ്ങൾ ഏതൊക്കെയാണത്? 1 നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാകും. 2 അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും. 3 അയൽവാസികളിലേക്ക് ഗുണം ചെയ്യുക, എന്നാൽ നീ പൂർണ്ണ വിശ്വാസിയാകും. 4 നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, എന്നാൽ നീ പൂർണ്ണ മുസ്ലിമാകും. 5 പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക, അധികരിച്ച ചിരി ഹൃദയത്തെ നിർജീവമാക്കും. ഇനി അതിൽ രണ്ടാമത്തേത് എന്താ? 5 വരിയിൽ എഴുതാനുള്ളത് 32 മുത്തമാസിലാനി മുത്തജാനിസാനി മുത്തക്കാരിബാനി വിവരിക്കുക. അതെന്തൊക്കെയെന്ന് വിവരിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വദ്ദഖലു പോലെ മഖ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്നും, ഇർലമു പോലെ മഖ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനി എന്നും, ബർറബ്ബുക്കും പോലെ മഖ്റജിൽ അടുക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുത്തക്കാരിബാനി എന്നും പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇതോടെ 2024 ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.